അർബനൈസേഷൻ ആസ് സച്ച് അല്ലെങ്കിൽ സിറ്റി ലൈഫ് ആസ് സച്ച് അലർജിക്ക് കൂടുതലാണ്. അതായത് ഹൈജീൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പണ്ടൊക്കെ എല്ലാവരും പറയുന്നത് വൃത്തി കൂടുമ്പോൾ പ്രശ്നം കൂടുതലാന്ന് പറയും. പണ്ട് പിള്ളേർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കും, ചെളിയിലിറങ്ങി കളിക്കും, പൊടിയിലിറങ്ങി കളിക്കും. അപ്പൊ അവിടെ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഈ ഓവർ ഹൈജീൻ വരുമ്പോൾ അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ട്രെയിൻഡ് ആവുന്നില്ല. ചെറുപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ് കിട്ടും, ഇമ്മ്യൂൺ സിസ്റ്റം ട്രെയിൻഡ് ആവും. ശരിക്കുള്ള വില്ലന്മാരാരാന്ന് അറിയും. ഇതങ്ങനെ ട്രെയിനിങ് കിട്ടാണ്ടാവുമ്പോൾ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളെ കുറച്ച് മുതിർന്നവരിലേക്ക് ആവുമ്പോൾ അപകടകാരികളല്ലാത്തവരും അപകടകാരികളെല്ലാവരും വന്നും ഇതങ്ങ് കയറി എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. അർബനൈസേഷൻ വരുമ്പോൾ ഹൈജീൻ കൂടുന്നു. ഹൈജീൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ട്രെയിനിങ് കിട്ടുന്നില്ല. ഇപ്പൊ സിറ്റി താമസിക്കുന്നവർ അവരുടെ കുട്ടികളെ മണ്ണിൽ കളിപ്പിക്കണം എന്നുള്ളത് പിള്ളേരെ ഡെഫിനറ്റ്ലി ദേ ഷുഡ് ഗെറ്റ് എക്സ്പോസ് ടു ഓൾ ദീസ് തിങ്സ്. അത് ഇത് മാത്രമല്ല എന്നുണ്ടല്ലേ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിലും ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. ഇപ്പൊ എല്ലാവരും ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുന്നതല്ലോ. ലാസ്റ്റ് 10 years ഐ എം എ പ്രാക്ടീസിങ് പീഡിയാട്രിഷ്യൻ. നമുക്ക് ഏറ്റവും കൂടുതൽ തന്നെ സ്പീച്ച് ഡിലേസ്, ലേണിംഗ് ഡിസബിലിറ്റീസ്. ലാസ്റ്റ് 5 years അല്ലെങ്കിൽ 4 years ഓഫ് പ്രാക്ടീസിൽ ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർ ശരിക്കും മണ്ണിലിറങ്ങി കളിക്കണം, പൊടിയിലിറങ്ങി കളിക്കണം. പിന്നെ പൊല്യൂഷന്റെ കാര്യം, പൊല്യൂഷനിൽ എന്താ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ പൊല്യൂഷൻ കോസസ് ലോട്ട് ഓഫ് സെൽ ഡാമേജ്. അപ്പൊ അലർജൻസ് ഭയങ്കര എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൽ പെനിട്രേറ്റ് ചെയ്യും. ഈ പറഞ്ഞ ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് ആണെങ്കിലും പൊളൻസ് ഒക്കെ ആണെങ്കിലും. പിന്നെ പൊളൻസിന് പൊല്യൂഷൻ വരുമ്പോൾ കുറെ സ്ട്രക്ചറൽ ചേഞ്ചസ് വരും. അപ്പൊ അതിന്റെ പ്രോട്ടീൻസും ഭയങ്കര എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൽ കയറും. അപ്പൊ അർബനൈസേഷൻ വരുമ്പോൾ പൊല്യൂഷൻ കൂടുന്നതും ഒരു റീസൺ ആണ് അലർജി കൂടാൻ. രണ്ടാമത്തെ റീസൺ ഹൈജീൻ.